ഗസയിൽ നീണ്ട യുദ്ധത്തിന് തയ്യാറെന്ന് ഹമാസ്. വെടിനിർത്തൽ സാധ്യതകളെ ഇസ്രായേൽ ഇല്ലാതാക്കിയെന്നും ഹമാസിന്റെ വിമർശനം. ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാണ്. ആക്രമണത്തെ മാർപ്പാപ്പ അപലപിച്ചു. ജെറൂസലേമിലെ ലാറ്റിൻ ഓർത്തഡോക്സ് ബിഷപ്പുമാർ ദേവാലയം സന്ദർശിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, നീണ്ട യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് ഹമാസ് പറയുന്നത്. വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുകയാണോ? അവിടുത്തെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ വഴിമുട്ടിയ ചർച്ച ഏതെങ്കിലും അർത്ഥത്തിൽ പുനരാരംഭിക്കുമെന്നൊരു പ്രതീക്ഷ രൂപപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ഇതിന് മുൻകൈയെടുത്തതും അടുത്ത ആഴ്ചയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്ങളുടെ നിലപാട് കുറെ കൂടി വളരെ കൃത്യമായി തന്നെ ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഈ ബന്ദികളുടെ മോചനം ഒരുമിച്ച് തന്നെ ആ മോചനം നടത്താം, പൂർണ്ണ യുദ്ധവിരാമം വരികയാണെങ്കിൽ. പക്ഷെ അത്തരമൊരു നിർദ്ദേശം പോലും അതിൻ്റെ ഒരു പോസിറ്റീവ് സ്പിരിറ്റോട് കൂടി ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകുന്നില്ല. ഒരു കടുംപിടുത്ത സ്വഭാവത്തിൽ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ബന്ദികൾ കൊല്ലപ്പെട്ടാലും വേണ്ടതില്ല, തങ്ങളുടെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഒരു നിക്ഷിപ്ത താല്പര്യത്തോടു കൂടിയ ഒരു നീക്കമാണ് ഇസ്രായേൽ നേതൃത്വം തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹമാസ് തങ്ങളുടെ പ്രഖ്യാപിത നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പൂർണ്ണ യുദ്ധവിരാമത്തിന് സന്നദ്ധമാവുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള എല്ലാ ബന്ദികളെയും ഒരുമിച്ച് തന്നെ വിട്ടയക്കാൻ തയ്യാറാണ്. അതല്ല ഒരു താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ രൂപപ്പെടുത്തുകയും പിന്നീട് വീണ്ടും ഈ ബന്ദികളെ കിട്ടിയ ശേഷം വീണ്ടും ആക്രമണം പുനരാരംഭിക്കാനാണ് നീക്കമെങ്കിൽ അത്തരമൊരു ഫലശൂന്യമായിട്ടുള്ള ഏർപ്പാടിനോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുകൂടിയാണ് അൽഖസാം ബ്രിഗേഡിന്റെ വക്താവ് കൂടിയായിട്ടുള്ള അബു ഉബൈദ ഇന്ന് വളരെ കൃത്യമായി തന്നെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം തുറന്ന ചർച്ചകൾക്ക് തങ്ങൾക്ക് മടിയില്ല. ആ ചർച്ചകൾ ഇനിയും ദോഹ കേന്ദ്രീകരിച്ചോ മറ്റ് മധ്യസ്ഥ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചോ ആ ചർച്ചകൾ തുടരും. പക്ഷേ തങ്ങളുടെ ഈ ഒരു നിലപാടിൽ ഒരു മാറ്റമില്ല. കാരണം അത്രയും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയാണ് ഇസ്രായേൽ തങ്ങളുടെ ജനതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തടയിടാനുള്ള ഒരു നീക്കം നടത്താതെ പിന്നെ ഇസ്രായേലിൻ്റെ ഒരു വികസിത ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു നീക്കം, അങ്ങനെ ഗസയെ ഒരു കോളനിയാക്കി മാറ്റാനുള്ള നീക്കം, അതിനെതിരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തുടരും. പിന്നിട്ട 21 മാസമായി തങ്ങൾ വലിയ വില കൊടുത്തുകൊണ്ട് തന്നെ ആ ചെറുത്തുനിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനിയും വേണമെങ്കിൽ വർഷങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത്, ശക്തി, അതിനുള്ള പ്രാപ്തി തങ്ങൾക്കുണ്ട്. അതാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും തങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. കാരണം നിരവധി സൈനികരെ കൊന്നൊടുക്കാനും അതോടൊപ്പം തന്നെ നിരവധി സൈനിക സാമഗ്രികൾ, സൈനിക വാഹനങ്ങളും തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ പ്രതിരോധ വീര്യത്തെ, പോരാട്ട വീര്യത്തെ ഒരിക്കലും ചെറുതായി നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. അത് ശക്തമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ വിഭാഗം ഇന്നലെ യോഗം ചേർന്നിരുന്നു, മിനി മന്ത്രിസഭ യോഗം ചേർന്നിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് നെതന്യാഹു പലവട്ടം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ പൂർണ്ണ യുദ്ധവിരാമവും അതോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് അതാണ് അറിയേണ്ടത്. നാസറി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ യോഗമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ബെൻഗവറും സ്മോട്രിക്കും ഒക്കെ തുടക്കം തൊട്ട് തന്നെ ഈ വെടിനിർത്തലിനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണോ മന്ത്രിസഭയ്ക്ക് അകത്തുള്ളവർ? അവിടുത്തെ തീർച്ചയായിട്ടും ബെൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും തങ്ങളുടെ നിലപാട് ഇന്നലെയും ഇന്നുമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു നിലയ്ക്കുള്ള ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും ഹമാസുമായി നടത്തേണ്ടതില്ല. ബന്ദികളുടെ ജീവനല്ല, അതിലപ്പുറം ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ടും നെതന്യാഹു സർക്കാർ പിൻവാങ്ങേണ്ടതുണ്ട്. സൈനിക പിന്മാറ്റം എന്നത് ഈ അവസ്ഥയിൽ ഹമാസിന് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു സമീപനമായിരിക്കും. അതുകൊണ്ട് സൈനിക പിന്മാറ്റത്തിനോ അതോടൊപ്പം തന്നെ യുദ്ധവിരാമത്തിനോ ഇപ്പോൾ മുതിരരുത് എന്ന ഒരു നിലപാടാണുള്ളത്. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, കാരണം എത്രയും പെട്ടെന്നൊരു യുദ്ധവിരാമം വേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു നീക്കങ്ങളോ സമ്മർദ്ദമോ എത്ര കണ്ട് ഇസ്രായേലിന് മുകളിൽ ചെലുത്താൻ അമേരിക്ക തയ്യാറാകുമെന്നത് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അമേരിക്കയിലാണുള്ളത്. പെന്റഗൺ ആസ്ഥാനത്ത് അദ്ദേഹത്തിന് നിന്ന് സ്വീകരണം നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും തമ്മിൽ ചർച്ച
ചർച്ച നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതുവരെ തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് കൂടുതൽ ശക്തമായി തന്നെ തുടരും. സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ഏതൊക്കെ അർത്ഥത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ അത്തരം നീക്കങ്ങളൊക്കെ തുടരും എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പദ്ധതികളെ സംബന്ധിച്ച് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കൂടിയാലോചന നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഗസയിൽ നിന്നുള്ള യുദ്ധാനന്തര ഗസയിലൂടെ നിയന്ത്രണം എങ്ങനെ കൈയാളണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രതിരോധ സെക്രട്ടറിയും പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള ചർച്ചയിൽ കടന്നു വരുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സർ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പുതിയൊരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനോട് എങ്ങനെയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിനോട് അംഗീകരിക്കാൻ കഴിയാത്തത്? അവിടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ യുദ്ധവിരാമം, അതോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം, കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭക്ഷണ വിതരണം, ഈ 3 കാര്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില ഉപാധികൾ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇസ്രായേലിലും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ നേരിട്ടും അല്ലാതെയും ഒക്കെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇരുപക്ഷത്തിനു മുമ്പാകെ മധ്യസ്ഥ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും അമേരിക്കയും അതോടൊപ്പം തന്നെ ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നും നാളെയുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആശയ വിനിമയങ്ങൾ ഇരുപക്ഷത്തും നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഭാഗത്തുനിന്ന് വരിക. പക്ഷേ ഈ പുതിയ നിർദ്ദേശം ഒരുപക്ഷെ ഇരുകൂട്ടർക്കും സ്വീകാര്യമാകുമെന്ന ഒരു നിലപാടാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ എത്ര കണ്ട് സ്വീകാര്യമാകും? 2 മാസത്തെ ഈ താൽക്കാലിക വെടിനിർത്തലിനപ്പുറത്തേക്ക് ഒരു പൂർണ്ണ യുദ്ധവിരാമത്തിന് ഇസ്രായേൽ തയ്യാറാകുമോ? അതോടൊപ്പം തന്നെ ഈ വളരെ കുറ്റമറ്റ UN മേൽനോട്ടത്തിലുള്ള ഒരു ഭക്ഷണ വിതരണ സംവിധാനം ആവിഷ്കരിക്കാൻ ഇസ്രായേൽ അനുമതി നൽകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ ഭാവി. അതേസമയം തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഇസ്രായേലിന്റെ ഏറ്റവും കൊടും ക്രൂരത എന്ന നിലയ്ക്ക് ഇന്നലെ ഈ കത്തോലിക്ക ദേവാലയം, അത് ഗസയിലുള്ള ഏക കത്തോലിക്ക ദേവാലയമാണ്, അതിന് നേരെയാണ് ആക്രമണം ഇന്നലെ നടന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുടനീളം അലയടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. പക്ഷെ ആ ഖേദപ്രകടനം ഒരിക്കലും സ്വീകാര്യമല്ല എന്നൊരു നിലപാടാണ് സഭാ മേധാവികൾ തന്നെ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രധാന പുരോഹിതർ ഗസയിൽ സന്ദർശനം നടത്തുകയും ഈ ദേവാലയത്തിന് പൂർണ്ണ പിന്തുണ, ദേവാലയവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് പൂർണ്ണ പിന്തുണ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയിൽ അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ അടിയന്തരമായി തന്നെ നടപ്പാക്കണമെന്ന് വൻശക്തി രാജ്യങ്ങളോട് സഭാ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ക്രൂരതയോടുകൂടി ലോക തലത്തിൽ തന്നെ കേവലം ഫലസ്തീനികൾക്കെതിരെ മാത്രമല്ല മറ്റ് വംശീയ വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക് നേരെയും വളരെ കൃത്യമായിട്ടുള്ള ചില വംശഹത്യാ പദ്ധതികൾ തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത് എന്ന ഒരു ചിത്രം കുറെ കൂടി വ്യക്തമായിട്ട് അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത. എന്തായാലും ഈ ഖേദപ്രകടനം അംഗീകരിക്കാൻ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. ഇപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ശക്തമായിട്ടുള്ള എതിർപ്പ് ഇസ്രായേലിനോടുണ്ട്. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുമാറാണ് പുതിയ പ്രതികരണങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.